ഹായ് ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് റൊമാനിയയിലെ 2025 ഒരു ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള റൈഡുകളും കാര്യങ്ങളുമാണ്. എല്ലാ റൈഡിൽ കയറാനും നല്ല തിരക്കാണ്. എല്ലാത്തിലും കാശ് കൊടുത്താണ് കയറേണ്ടത്, എങ്കിലും നല്ല തിരക്കാണ് എല്ലായിടത്തിലും. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന റൈഡിനായാലും എല്ലാത്തിനും ടോക്കൺ എടുത്ത് വേണം കയറാൻ. അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പിൻ ചെയ്യുന്ന ഒരു റോൾ ഇരിപ്പുണ്ട്. അതിനകത്ത് 20 ലീ കൊടുത്തിട്ട് നമുക്ക് സ്പിൻ ചെയ്യാം. ആ സ്പിന്നിൻ്റെ ആരോ എവിടെ വന്ന് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ നമ്പർ ഈ ഓരോ ബോട്ടിലിൻ്റെ അടുത്തും വെച്ചിട്ടുണ്ട്. ആ ബോട്ടിൽ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. വെറും 20 ലീ കൊടുത്താൽ മതി. ചിലപ്പം വൈനാവാം, മദ്യക്കുപ്പികളാകാം, പല പല ഐറ്റംസും, മദ്യവും വൈറ്റ് റം, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അടുത്ത സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ഫുഡിൻ്റെ ഐറ്റംസാണ് മൊത്തം. ഒരു കുബൂസ്, ആ രീതിയിലുള്ള സംഭവങ്ങൾ. പിന്നെ മൊത്തം പോർക്കിൻ്റെ ഐറ്റംസാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒന്നാണ് പോർക്ക്. അതുകൊണ്ട് തന്നെ പോർക്കിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുൻഗണനയുള്ളത്. ഇവിടെ നല്ല തിരക്കാണ്. നല്ല തിരക്കിനാണ് ആൾക്കാർ നിന്ന് വാങ്ങുന്നത്. ഞാൻ അവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ടാണ് അതുവഴി പോയത്. എല്ലാം പോർക്കിൻ്റെ വിഭവങ്ങൾ തന്നെ മൊത്തം. കുപ്പൂസിൻ്റെ വേറൊരു തരം സാധനമാണത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ പോർക്കിൻ്റെ എന്തോ ഇതിൽ നാരങ്ങ ഇട്ടിട്ടുണ്ട്. അതെന്തോന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. പിന്നെ പോർക്കിൻ്റെ വാരിയല്, അങ്ങനെയുള്ള സംഭവമാണ് ഇങ്ങോട്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തോട്ട് മാറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചിക്കൻ്റെ എല്ലില്ലാത്ത ഭാഗം നോക്കി ഒരമ്മച്ചി അത് ഗ്രില്ല് ചെയ്തിട്ട് അത് അതിനകത്ത് എന്തോ ഉപ്പോ എന്തൊക്കെ അവർ ചേർക്കുന്നുണ്ട്. എന്തോന്ന് കറക്റ്റ് അറിയത്തില്ല. അത് ഉള്ളിലോട്ട് ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ താണ്ട ബിയറാണ്. ബിയർ 8 ലീ 9 ലീ 2 ബോർക്കിൻ്റെ മറ്റൊരു ബിയറും ഉണ്ട്. ഇതൊരു തടിയുടെ ഒരു റോളാണ്. അതിനകത്ത് മാവ് ചുറ്റിയിട്ട് കനലിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. അത് മിഷൻ്റെ സഹായത്തോടെ കറങ്ങി കനൽ എല്ലാ സ്ഥലത്തും ഒരേ കണക്ക് ചൂടടിച്ച് നല്ല രീതിയിൽ വെന്ത് അതിനുശേഷം സൺഫ്ലവറിൻ്റെ അരിയും കുറച്ച് ഉപ്പും കൂടെ അവർ മിക്സ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മിക്സ് ചെയ്ത് അതേപോലെ തന്നെ കവറിനകത്ത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതവർ ദോശ ചുട്ടെടുക്കുന്ന കണക്ക് ചുട്ട് എടുത്തിട്ട് അതിൽ വെച്ച് തന്നെ ഈ ജാമെല്ലാം കൂടെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പഞ്ചസാര പാണിയിൽ നിന്ന് കോരിയെടുത്തിട്ടിരിക്കുന്നതാണ്. പഞ്ചസാര പാണിയാണ് തൊട്ടിപ്പുറത്തിരിക്കുന്നത്. അതിൻ്റെ വില 25 രൂപയാണ്. ഇത് കണക്ക് ഡെക്കറേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. 20 ലീയുടെ ഉണ്ട്, 25 ലീയുടെ ഉണ്ട്. ലൈവായിട്ട് ഇങ്ങനെയാണ് അത് ആ ദോശ പോലെ ഉള്ള സംഭവം ഉണ്ടാക്കുന്നത്. 2 തവി മാവ് കോരി കഴിച്ച് അവർ റെഡിയാക്കി എടുക്കുന്നതാണത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാമും പഴവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവർ ഇതിൻ്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് കണക്ക് ഈ ഉഴുന്നവട പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. പല രീതിയിൽ പല ഐറ്റംസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴും വെറൈറ്റി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്യൂസിൻ്റെ സെക്ഷനാണ്. ജ്യൂസിൻ്റെ സെക്ഷനടുത്ത് തിരക്കായത് കാരണം നമുക്ക് നല്ല രീതിയിൽ അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചോളവും അതേപോലെ തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള മുട്ടായി ടൈപ്പാണ്. പക്ഷേ അത് സൺഫ്ലവറിൻ്റെ അരിയും അങ്ങനെ വെച്ച് ഉള്ള സെറ്റപ്പാണ്. അത് പുള്ളി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നെ എടുത്ത് കാണിച്ചതാണ്. എല്ലാം കൊച്ചു കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള. അടുത്ത് നമ്മൾ വന്നത് ഷവർമയുടെയും ബർഗറിൻ്റെയൊക്കെ ഒരു ഏരിയയിലോട്ടാണ്. അപ്പം നമ്മൾ ഇനിയും അങ്ങോട്ട് ഒരുപാടുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നുണ്ട്. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.